മാഡം മാഡം, അയ്യോ ഞാൻ എന്തായി കാണുന്നേ? ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു, വേഗം വരണം. എന്താണ് സൗന്ദര്യം? സൗന്ദര്യം പൊഴിഞ്ഞു പോകുന്ന പൂവിൻ്റെതാണ്, വിടരുന്ന പൂവിൻ്റെ വേദനയാണ്. സൗന്ദര്യം മനസ്സിൻ്റെ മൗനത്തിൻ്റെ വിതുമ്പല, ഇരുട്ടിൽ നിന്നുള്ള വെളിച്ചമാണ്. കരിഞ്ഞു വീണ വാഗപ്പൂക്കളുടെ വിരഹമാണ് സൗന്ദര്യം. സൗന്ദര്യം വൈരൂപ്യത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കാത്തതാണ് സൗന്ദര്യം. സൗന്ദര്യം എന്നിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, അത് മനസ്സിലാക്കുന്ന നിന്നിലും. എല്ലാം സൗന്ദര്യമാണ്, മനം മയക്കുന്ന സൗന്ദര്യം. ഈ സമയത്താരാ വന്നത്? അത് ആന്റി, എനിക്ക് സിറ്റിയില് പുതിയ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു വീട് നോക്കുന്നുണ്ടായിരുന്നു. താഴത്തെ കടയിലെ ആളാണ് പറഞ്ഞത് ഇവിടെ റൂം ഒഴിവുണ്ടെന്ന്. ആ ശരിയാണ്, അകത്തേക്ക് വരൂ. വാതിലടക്കണേ. ആ. ഇരിക്ക്. ചായയോ കോഫി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, താങ്ക് യു. എവിടുന്നാ വരുന്നത്? അജ്മീറിലാണ്. ഇവിടെ ലെക്ചറായിട്ട് ജോലി കിട്ടിയതേ ഉള്ളൂ. സിംഗിൾ ആണോ അതോ മാരീഡ്? സിംഗിളാ. റൂം കാണാൻ പറ്റുമോ? ആ വരൂ, റൂം കാണിച്ചു തരാം. ശരി, വരൂ. വരൂ. ഇതാണ് ലിവിംഗ് റൂം. ഇഷ്ടപ്പെട്ടോ? വളരെ നന്നായിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ആയിട്ട് എത്രയാണ് നോക്കുന്നത്? 2 മാസത്തെ റെന്റ് ആണ് അഡ്വാൻസ് ആയിട്ട് വേണ്ടത്. 10,000 ആണ് പെർ മന്ത് നോക്കുന്നത്. 2 മാസത്തെ അഡ്വാൻസ്. അപ്പൊ എനിക്ക് ഓക്കെ ആണ്. എന്നാ എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം അഡ്വാൻസ് തന്നോളൂ, അത് കഴിഞ്ഞ് തന്റെ ഇഷ്ടം. എന്നാ ശരി, ഒരു മിനിറ്റ്. ഇതാ അഡ്വാൻസ് ആയിട്ടുള്ള 20,000 രൂപ. താങ്ക് യു. ശരി. നിങ്ങളുടെ ഐ ഡി? ID ഇത് ID. എന്തുപറ്റി? എന്തെങ്ങനെ ആലോചിക്കുന്നേ? ഞാൻ ആലോചിച്ചത്, നിങ്ങളുടെ ഭർത്താവ് എന്തിനാ നിങ്ങളെ ഉപേക്ഷിച്ചത്? വേണമെങ്കിയോ? നിങ്ങളുടെ ചിന്തകളൊക്കെ എന്തിങ്ങനെയായി പോകുന്നേ? എല്ലാത്തിനും വളഞ്ഞ വഴി മാത്രമേ നോക്കുള്ളൂ അല്ലേ? അല്ലേ? ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു തരില്ലേ? ഞാനൊരു കവിയാ, അതുകൊണ്ട് എനിക്ക് ഭ്രാന്താണെന്ന് അയാൾ പറഞ്ഞ്. എപ്പോഴും കവിതകളെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഭ്രാന്താണെന്ന് അയാൾ പറഞ്ഞ്. മനുഷ്യത്വം ഇല്ലാത്തവളെന്നാ പറയുന്നത്. അങ്ങനെ ഉപേക്ഷിച്ചു പോയി. പക്ഷെ അങ്ങനെ ചെയ്തത് നന്നായില്ലേ? ഡിവോഴ്സിന് നഷ്ടപരിഹാരമായി എനിക്ക് ഈ കൊട്ടാരം കിട്ടി. ഒരു ആർട്ടിസ്റ്റിന് ഏകാന്തതയല്ലേ ഏറ്റവും ആവശ്യം? നിന്റെ മനസ്സിൽ വീണ്ടും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയില്ലേ? ഇതുവരെ അതിന് സമയം കിട്ടിയില്ല. പക്ഷെ ഇപ്പോ ആലോചിക്കുന്നുണ്ട്. ആണോ? ഇപ്പോ
മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട്. ഉം, ഉം, ആരാ? നീ. ഞാനോ? ആ. ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ വിവാഹം ചെയ്യുമോ? സാഗർ, 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 ഡാ സാഗറെ, നീ എന്താ ഇത് അടുക്കളയിൽ വന്ന് കിടക്കുന്നേ? ഞാൻ നിന്നെ എല്ലായിടത്തും അന്വേഷിക്കണ്ടായിരുന്നു. അത് ഇന്നലെ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അവിടെ നിന്റെ ആന്റി ഉണ്ടായിരുന്നില്ലേ? രാത്രി മുഴുവൻ മിണ്ടിയും പറഞ്ഞൊന്നും ഉറങ്ങാൻ പറ്റിയില്ല അല്ലടാ? അല്ല, നീയേ ഒരു കാര്യം ചെയ്യ്, ഫ്രീ ആയിട്ട് റൂം ഏതെങ്കിലും ഉണ്ടോ? നിനക്ക് അവിടെ ഒരു നല്ല റൂം കിട്ടിയതല്ലടാ? റൂം മാത്രമല്ല, ഡെയിലി അവിടെ നിന്ന് നല്ല ഫുഡും കിട്ടുന്നുണ്ടല്ലോടാ. എടാ, ഒരു ഫോട്ടോ കാണിക്കടാ നിന്റെ ആ ആന്റിയുടെ. ആള് ശരിക്കും സെക്സി ആണെന്ന് തോന്നുന്നു. എടാ, ഒന്ന് കാണിക്കടാ, എനിക്ക് കാണാൻ കൊതിയായിട്ട് വയ്യ. നിക്ക് എടുക്കട്ടെ. ദേ നോക്ക്, വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, കണ്ട് സന്തോഷിക്കേ. ഒരു കൂട്ടുകാരനായ ഇങ്ങനെ വേണോടാ. ഓ, എന്തൊരു സെക്സി ആണോ നിന്റെ ഈ ആന്റി. നിനക്ക് ലോട്ടറി അടിച്ചല്ലോടാളിയാ. അടിപൊളി. എടാ, ഞാൻ റെന്റും കൊടുത്ത് താമസിക്കാനും തുടങ്ങി. വാടക 10,000 രൂപയുണ്ട്. കിച്ചനാണെങ്കിൽ കോമണാ. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ കയറി. അപ്പോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയോ? അല്ല, ഇതാരാ ആന്റിയാ? നീ വളരെ മോശം കുക്കാണല്ലോ. ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറിറ്റേഷൻ തോന്നുന്നില്ലേ? വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ആന്റി? നോക്ക്, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുമുണ്ട്. ഇനി ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കാം. പ്ലീസ് ആന്റി, അങ്ങനെ ചെയ്താൽ കൂടുതൽ കാശ് തരണോ? ഞാൻ തന്നേക്കാം. പ്ലീസ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുമ്പോ നിനക്ക് വേണ്ടി ഉണ്ടാക്കാം. താങ്ക് യു ആന്റി. എന്തിനാ എപ്പോഴും ആന്റി ആന്റി എന്ന് വിളിക്കുന്നേ? കോൾ മീ മായ. ശരി മായ മാഡം. അകത്തേക്ക് വാ. സാഗർ, എന്തു പറ്റി? എനിക്കാകെ പേടിയാവുന്നു. അല്ല, എന്താ പറ്റിയത്? സാഗർ, ഞാൻ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. എനിക്കാകെ ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കൊക്കെ പേടിയാവുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ മുറിയിലേക്ക് വാ. നമുക്ക് അവിടെ കിടക്കാം. എനിക്കൊക്കെ പേടിയാവുന്നു. ശരി, പതുക്കെ. എന്താ പറ്റിയത്? സോറി, ഞാൻ പിന്നെ പേടിച്ചു പോയി. നീ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയടാ. അവരാണെങ്കിൽ എന്ന് ഇതുപോലെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരും. അയ്യോ, ഇതൊക്കെ എന്താടാ എനിക്ക് സംഭവിക്കാത്തേ? ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടണമെങ്കിലേ മഹാഭാഗ്യം വേണം മോനെ, ഭാഗ്യം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? അവരെന്നെ കല്യാണത്തിന് വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുക. പ്ലീസ് ഡാ, എനിക്കൊരു റൂം കണ്ടുപിടിച്ച് താടാ, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകുന്ന തോന്നുന്നേ. ഇതിലും കൂടുതൽ എനിക്ക് വേണമെന്നില്ലടാ. നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും റൂം കണ്ടുപിടിക്കാം. പക്ഷെ ഈ റൂം നീ വേണ്ട വെച്ച് പോകുമ്പോഴേ അവിടെ ഞാൻ കയറി താമസിക്കും കേട്ടോ. നിന്റെ ആന്റി എന്തൊരു സെക്സി ആടാ. ആദ്യം റൂം കണ്ടുപിടിക്കേ. ചെല്ലേ. ഡൺ.
അല്ല ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്യുന്നേന്നോ? നിനക്ക് എന്റെ കണ്ണിലെ കാത്തിരിപ്പ് കാണുന്നില്ലേ? നോക്ക്, എനിക്ക് കവിതയിലെ സാഹിത്യത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. മാത്രമല്ല ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. എന്താ? നീ എന്നെ ഇവിടുന്ന് ഉപേക്ഷിച്ച് പോവുകയാണെന്നോ? അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തെന്നോ? അത് എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എനിക്കിവിടെ താമസിക്കാൻ കഴിയില്ല. നീ സത്യത്തിൽ ഒരു വഞ്ചകൻ തന്നെയാ. ഒരു പെണ്ണിന് ആശ കൊടുത്തിട്ട് അവൾ ഉപേക്ഷിച്ച് പോവുകയാണോ? പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. ഞാൻ നിന്നെ ഒരിക്കലും തടയില്ല. നിനക്ക് പുതിയൊരു ഇരയെ കിട്ടിക്കാണുമല്ലോ. ആരാണ്? മാഡം, ഇവിടെ റൂം റെന്റിന് കൊടുക്കണമെന്ന് അറിഞ്ഞല്ലോ. ഇവിടെ അങ്ങനെ റൂമൊന്നും കൊടുക്കുന്നില്ല. മാഡം, പറയുന്ന റെന്റ് എത്രയാണെങ്കിലും ഞാൻ തന്നോളാം. കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോവാൻ നോക്കി. മാഡം, ഇല്ല മാഡം. ഇറങ്ങാൻ. ഇതെപ്പോഴാ സംഭവിച്ചത്? സാർ, ഞാനിവിടെ ജോലിക്ക് വരുന്നതാ. ആ, എന്നും വരുന്നത് പോലെ ഇന്നും വന്നു. ഞാൻ വന്നപ്പോ കതക് തുറന്നു കിടക്കുമായിരുന്നു. മാഡത്തിന്റെ അവസ്ഥ ഇങ്ങനെ. സാറേ, ഈ ആധാർ കാർഡ് മൊബൈലും കിട്ടിയിട്ടുണ്ട്. ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഇത് വെറും മർഡർ അല്ല, റിവെഞ്ച് ചെയ്ത് തന്നെയാണ്. ഇവരെ വളരെ ക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത്. ഇവിടെ മറ്റാരെങ്കിലും വന്നു പോകാറുണ്ടോ? ഞാനല്ലാതെ മറ്റാരും വന്നു പോകുന്നത് എനിക്കറിയില്ല. പിന്നെ വേറൊരാൾ വരാറുണ്ടായിരുന്നു. അയാൾക്ക് മാഡമായിട്ട് നല്ല ബന്ധമായിരുന്നു. അയാൾ പോയതിനു ശേഷം മാഡത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു സാർ. അത് ഇയാൾ തന്നെയാണോ? അതെ, സാഗർ തന്നെയാണ്. ഒരു കാര്യം ചെയ്യും, ഇവരെ മൊഴി കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ നോക്ക്. പിന്നെ CCTV ഫുട്ടേജ് ഒക്കെ നന്നായി ചെക്ക് ചെയ്യണം. പിന്നെ ഈ ID കാർഡിന്റെ ഉടമ അയാളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ ഓക്കെ എടുക്കണം. സാർ. പിന്നെ നിങ്ങൾ ബോഡി പോസ്റ്റ്മോർട്ടം തന്നെ അയച്ചേക്ക്. പിന്നെ ഒരു കാര്യം, ഇവരെ കൂടെ കൊണ്ടുവരണം കൺഫർമേഷന് വേണ്ടിയിട്ട്. പിന്നെ ഈ ID കാർഡിലുള്ളവനെയും അവിടെ എത്തിച്ചിരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. മനസ്സിലായല്ലോ? മര്യാദയ്ക്ക് നീ എന്നോട് സത്യം പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങളും ഇവരും തമ്മിൽ എന്തായിരുന്നു ബന്ധം? അതെ, നീ അല്ലെങ്കിൽ പിന്നെ ഇവരിങ്ങനെ ചെയ്തത് ആരാണ്? നീ അവിടെ വന്നു പോകും എന്നുള്ളതിന് തെളിവുകൾ ഒരുപാടുണ്ട്. സാർ, ഞങ്ങൾ തമ്മിൽ കൊല ചെയ്യാനും മാത്രം യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു സാർ. നോക്ക്, വെറുതെ എന്റെ സമയം കളയാൻ വേണ്ടി നിൽക്കണ്ട. ഞാൻ സമാധാനത്തിലാണ് ചോദിക്കുന്നത്. വേഗം നീ സത്യം പറ. ഇനിയിപ്പോ പോലീസ് മുറിയിലെങ്ങാനും ഞാൻ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ലതാവില്ല. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. സാർ, CCTV ഫുട്ടേജസ്.
ശരി, നിങ്ങൾ പൊക്കോ. ഇത് നോക്കിയേ, നിന്നെ പോലെ തന്നെ ഒരുത്തനാണല്ലോ. ഇവനെ കണ്ടിട്ടുണ്ടോ? സർ, ആരാണ് ഇവൻ? സർ ഇത് അവനാ, ഗുൽസൻ. ഗുൽസനോ? അതെ അത് ആരാന്ന് പറ. സർ, ഈ ഗുൽസൻ എന്റെ ഫ്രണ്ടാ സർ. ഏയ്, ഇവനെ വേഗം പിടിച്ചോണ്ട് വരാൻ നോക്ക്. സർ, വേഗം ആവട്ടെ. സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എന്നെ വെറുതെ വിടണം പ്ലീസ്. നോണ പറയുന്നതാ. സാർ സാർ സാർ, ഞാൻ പറയാം സാർ, ഞാൻ പറയാം, സത്യം ഞാൻ പറയാം. അപ്പൊ നിനക്ക് പറയാൻ അറിയാലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് അറിയാടാ. പറ, സംഭവിച്ചതൊക്കെ ഞാൻ പറയാം. ആ പറ. അവരുടെയും സാഗറിന്റെയും കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. സാഗറാണെങ്കിൽ ആ റൂമിൽ നിന്ന് മാറുകയും ചെയ്തു. അവന് പകരം എനിക്ക് ആ റൂമിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവരാണെങ്കിൽ എനിക്ക് റൂം തരാതെ എന്നെ ആട്ടി ഓടിച്ചു. അത് കാരണം എൻ്റെ ഈഗോ അവിടെ ഹേർട്ടായി. അന്ന് രാത്രി തന്നെ ഞാൻ അവരുടെ വീട്ടിലേക്ക് കയറി. എന്നിട്ട് അന്ന് രാത്രി ആരെ ഈ സമയത്ത്? എന്നെ വിട്. റൂം ചോദിച്ചു വന്നപ്പോ നീ എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ? നിന്നെ പോലുള്ള ഓളുമാർക്ക് എന്തിനാ അഹങ്കാരോടി? എന്നൊന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിട്. ഞാൻ ആ സാഗറിനെക്കാട്ടിലും സുന്ദരനാടി. അവൻ തന്നതിനെക്കാട്ടിലും സുഖം നിനക്ക് ഞാൻ തരും, മനസ്സിലായടി? അവിടെ കിടക്ക്. എന്ത്? എന്താ നീ അപ്പൊ എന്നോട് പറഞ്ഞത്? എനിക്കിവിടെ റൂമില്ലാന്നല്ലേ? ഇപ്പൊ നീ പറയടി. വെറുതെ വിട്. എന്നൊന്നും ചെയ്യല്ലേ, വെറുതെ വിട്. എന്നൊന്നും ചെയ്യല്ലേ. സാർ, അറിയാതെ പറ്റിപ്പോയതാണ് സാർ. അറിയാതെ പറ്റിപ്പോയതാണല്ലടാ. നിന്റെ ഈഗോയുടെ പേരില് ഒരു പെണ്ണിനെ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് നീ സ്വന്തം ജീവിതം നശിപ്പിച്ചാണ്. എല്ലാം റെക്കോർഡായിട്ടുണ്ടല്ലോ അല്ലേ? യെസ് സർ. ആ, ഗുഡ്. ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോ. സാർ, എനിക്ക് മാപ്പ് തരണം സാർ. സാർ സാർ പ്ലീസ് സാർ, മാപ്പ് തരണം സാർ. സാർ പ്ലീസ് സാർ. സാർ